എല്ലാവർക്കും നമസ്കാരം. കേരള മുഖ്യമന്ത്രി വി ഡി സതീശനോട് പൂർണ്ണ ബഹുമാനത്തോടെ തന്നെ ചോദിക്കട്ടെ. ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ജോസഫ് വിജയ് തമിഴ്നാട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും താങ്കളും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഒരു ഭരണപരിചയവുമില്ലാത്ത, കാര്യമായ ഭൂരിപക്ഷം പോലുമില്ലാത്ത ജോസഫ് വിജയ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് താങ്കളും കാണുന്നില്ലേ? കേരളത്തിലെ ജനങ്ങൾ രണ്ടാംകിട പൗരന്മാരൊന്നും അല്ലല്ലോ. ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ നല്ല ആർജവം കാണിക്കേണ്ട സമയമല്ല ഇത്. ജനങ്ങളുടെ ആത്മവീര്യത്തെ ചോർത്തിക്കളയുന്ന നടപടികളിൽ നിന്നും മാറി അവർക്ക് ആത്മധൈര്യം കൊടുക്കേണ്ട സമയമല്ല ഇത്. അതോ താങ്കളും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരെ പോലെ കേരളം മുടിപ്പിക്കാനാണോ, അതോ നന്നായി ഭരിക്കാനാണോ ചിന്തിക്കുന്നത്? താങ്കൾ നിരൂപിച്ചാൽ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ മുഴുവനായും താഴെ തട്ടിൽ എത്തിച്ച് നടപ്പാക്കാൻ ഒരു പ്രയാസമില്ല. താങ്കൾ ചിരിച്ചു കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആണെന്നത് നല്ലത്. എന്നാണേലും വീർത്ത മുഖത്തേക്കാളും ചിരിച്ച മുഖം നല്ലത് തന്നെയാണ്. പക്ഷെ ജനത്തിന് ഗുണം കിട്ടണമെങ്കിൽ മുഖം ചിരിച്ച പോലെ മാത്രം ഇരുന്നാൽ പോരല്ലോ, നടപടികളും കൂടെ ഉണ്ടാകണ്ടേ. ചിരിയല്ല പ്രവൃത്തിയാണ് കാര്യം എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. താങ്കൾക്ക് മന്ത്രിസഭയിൽ യൂണിയൻകാരുടെയും ഉദ്യോഗസ്ഥരുടെയും സമ്മർദ്ദം നേരിടുന്നുണ്ടെങ്കിൽ അതിനെ ഏത് വിധേനയും തരണം ചെയ്യണം. ഇനി അതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് കേരള ജനതയെ ബുദ്ധിമുട്ടിക്കാതെ തുടക്കത്തിലെ തന്നെ ആ കസേര ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. കാരണം കേരള ജനത താങ്കളിൽ നിന്ന് വളരെയേറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് താങ്കൾ മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മെല്ലെപ്പോക്ക് നയം വികസനത്തെ കാര്യമായി ബാധിക്കും എന്ന് താങ്കളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നല്ല ധൈര്യവും നട്ടലും ഉള്ള ചെറുപ്പക്കാർ താങ്കളുടെ മുന്നണിയിലുണ്ടല്ലോ. താങ്കൾക്ക് കഴിയില്ലെങ്കിൽ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക. അവർക്കും ഇത് ഏറ്റെടുത്ത് നടത്താൻ കഴിവില്ലെങ്കിൽ താങ്കൾ പരസ്യമായി ജനത്തോട് പറയണം, ഞങ്ങളെക്കൊണ്ട് ഇത് കഴിയില്ല, ഈ മുടിഞ്ഞ ഗ്രൂപ്പുകളി മൂലം ഞങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല എന്ന് ജനങ്ങളോട് പറയണം. എന്തായാലും കേരളത്തിലെ ഭരണം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ടിൽ നിന്ന് മോചിപ്പിച്ചേ മതിയാവും. മുഖ്യമന്ത്രി വി ഡി സതീശനെ കൊണ്ട് അതിന് സാധിച്ചില്ലെങ്കിൽ അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമായതുകൊണ്ട് അതിന് പറ്റുന്ന ആളുകൾ ഉയർന്നു വന്നേ മതിയാവും. ഇനി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ആ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, അഴിമതിയും കൈക്കൂലിയും തടയുക എന്നത് ഭരണത്തലവൻ എന്ന നിലയിൽ ഓരോ മുഖ്യമന്ത്രിമാരുടെയും കടമയാണ് എന്ന് മനസ്സിലാക്കി അതിനായി ശക്തവും വ്യവസ്ഥാപിതവുമായ എല്ലാ നടപടികളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഴിമതി തടയുന്നതിനായി തൻ്റെ സർക്കാരിൻ്റെ നയരേഖയിൽ 436 ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചതിൽ പ്രധാനപ്പെട്ട ഒന്ന് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരോട് ഒട്ടും ദയ, നോ മേഴ്സി കാണിക്കില്ല എന്നതായിരുന്നു. നടപടി കർശനമായിട്ട് എടുക്കുമെന്നുള്ളതായിരുന്നു. അധികാരത്തിലെത്തിയ ഉടൻ തന്നെ മുൻ DMK സർക്കാരിൻ്റെ കാലത്തുണ്ടായ അഴിമതി ആരോപണങ്ങളിൽ ഉൾപ്പെട്ട മുൻ മന്ത്രിമാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി വിജയ് സർക്കാർ ഗവർണറുടെ അനുമതി തേടി. അഴിമതി നടത്തിയവർ ആരായാലും രക്ഷപ്പെടില്ല എന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് ഇതിലൂടെ നൽകിയത്. അടുത്തത്, കൈക്കൂലി സമ്പ്രദായങ്ങൾക്കെതിരെ താഴെ തട്ടിൽ തന്നെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നേരിട്ട് ഇടപെടാൻ തുടങ്ങി. സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നാളിതുവരെ ഓഫീസിൽ ചെല്ലാതെ താഴെ തട്ടിലുള്ള ഓഫീസുകളിൽ കറങ്ങി നടന്ന് നിർദ്ദേശങ്ങൾ നൽകുന്ന മന്ത്രിമാരെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ കേരളത്തിലെ മന്ത്രിമാർ അവർ ആ ഓഫീസിലിരുന്ന് അവിടെ ഇരുന്നുള്ള സംവിധാനവും പിന്നെ അവരുടെ പേഴ്സണൽ യാത്രകളും ഉദ്ഘാടനങ്ങളും മീറ്റിങ്ങുകളും ഒന്നും അല്ലാതെ ഈ ഭരണപരമായ കാര്യങ്ങൾക്ക് ഏറ്റവും താഴെ തട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുക എന്ന് പറയുന്നൊരു പരിപാടി പോലുമില്ല. ഇനി കേവലം ഭരണപരമായ കാര്യക്ഷമത എന്ന പേരിൽ അഴിമതികൾ മറച്ചു വെക്കുന്ന രീതി തൻ്റെ സർക്കാർ ചെയ്യില്ലെന്നും മുൻകാല ഭരണാധികാരികൾ വരുത്തി വെച്ച അഴിമതിയുടെയും സുതാര്യത ഇല്ലായ്മയുടെയും പോരായ്മകൾ പരിഹരിക്കുമെന്ന് വിജയ് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തു. ഇതിനേക്കായി വിജയ് കുറേ അധികം കാര്യങ്ങൾ അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ഭരണം വന്നിട്ട് ആ ഭരണം മാറുമ്പോൾ
പൊതുവെ അതൊക്കെ ഭരണപരമായ ചെറിയ വീഴ്ചകൾ, അതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാരെല്ലാം ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീ കട്ടത് നീ കട്ടോ, ഈ 5 കൊല്ലം ഞാൻ കക്കും, ഇതിനകത്തൊന്നും ഇടപെടണ്ട, ഞാൻ അതിനകത്തും ഇടപെടുന്നില്ല, നീ ഇതിനകത്തും ഇടപെടരുത് എന്ന രീതിയിൽ ഒരു പോക്കാണ് പോകുന്നത്. വിജയ് പറഞ്ഞ അത് നടക്കുകയില്ല, ആ കളിയെ നടക്കുകയില്ല. അതിനായിട്ടാണ് കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാർ ചെയ്ത കുറ്റങ്ങൾക്ക് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ഗവർണറിൽ നിന്ന് അനുമതി ചോദിച്ചത്. ഇനി അതോടൊപ്പം ചെയ്ത കാര്യങ്ങളോട് ചേർത്ത് പറയാം. ഒന്നാമതായി ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വിജിലൻസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. അവിടുത്തെ വിജിലൻസ് വകുപ്പിന് രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് പൂർണ്ണ അധികാരം അങ്ങോട്ട് നൽകി. എന്ന് പറഞ്ഞാൽ ഇത് രേഖ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ അന്വേഷിച്ച് പിടിച്ചുകൊണ്ട് വരുമ്പം അവിടെ വെച്ചേക്കെന്ന് പറയുകയല്ല ചെയ്യുന്നത്, കൃത്യമായും പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. ഓരോ സർക്കാർ വകുപ്പുകളിലും അഴിമതിക്കാരെ കണ്ടെത്താൻ ആഭ്യന്തര നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കി. പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നത് കുറയ്ക്കുകയാണെങ്കിൽ കൈക്കൂലി നൽകാനുള്ള സാഹചര്യം ഇല്ലാതാകുന്നു എന്ന് മനസ്സിലാക്കി അതിനായിട്ട് ആധുനിക സാങ്കേതികവിദ്യ പ്രാബല്യത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അതിനായി അപേക്ഷകളും ഫീസുകളും ഒക്കെ ഡിജിറ്റൽ പേയ്മെൻറ്റ് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നേരിട്ട് കണ്ടെങ്കിലല്ലേ കൈക്കൂലിയുടെ പ്രശ്നമുള്ളൂ. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി പരാതി പരിഹാര പോർട്ടലുകൾ, അതായത് പൊതുജനങ്ങളോട് കൈക്കൂലി ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥനെതിരെ നേരിട്ടോ ആവശ്യമെങ്കിൽ പേര് വെളിപ്പെടുത്താതെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി അയക്കാനുള്ള പ്രത്യേക മൊബൈൽ ആപ്പുകളും വെബ്സൈറ്റുകളും ആരംഭിച്ചു. ഏതിലൂടെയാണ് പണി വരുന്നെന്ന് ഉദ്യോഗസ്ഥന് അറിയാൻ പോലും പോരാ. ഓരോ സർക്കാർ ഓഫീസുകളിലും ഏതെല്ലാം സേവനങ്ങൾ എത്ര ദിവസത്തിനകം ലഭ്യമാകുമെന്ന് വ്യക്തമാക്കുന്ന സിറ്റിസൺ ചാർട്ട് നിർബന്ധമാക്കി. സമയപരിധി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള റൈറ്റ് ടു സർവീസ് ആക്ട് ശക്തമായി അങ്ങ് നടപ്പാക്കി. ചുമ്മാ ഇരുന്നാൽ പറ്റിയല്ല, അപേക്ഷ കൊണ്ടു കൊടുത്ത് അവിടെയെങ്ങാനും വെച്ചേക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാലൊന്നും അവിടെ പണി നടക്കുകയില്ല. അടുത്തത് സ്വത്തുവകകളുടെ പരിശോധന. സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്വത്ത് വിവരങ്ങൾ എല്ലാ വർഷവും കൃത്യമായി ഓഡിറ്റ് ചെയ്യുകയും പരസ്യപ്പെടുത്തുകയും ചെയ്യും. അടുത്തത് സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പും ഫണ്ട് വിനിയോഗവും ജനങ്ങൾക്ക് പരിശോധിക്കാനുള്ള അവസരം നൽകും. എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഓഡിറ്റിനുള്ള അവസരം നൽകും. എന്നതേലും കാണിച്ചു വെച്ചാൽ പോരെന്ന്. ടോൾ ഫ്രീ നമ്പറുകൾ എന്ന് പറഞ്ഞാൽ അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിച്ചറിയിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിശ്വസനീയമായ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സ്ഥാപിച്ചു. ഇതെല്ലാം സ്ഥാപിച്ചിട്ടുണ്ടായെന്നറിയോ? ഈ മുകളിൽ ഇപ്പം ഞാൻ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക സെൽ രൂപീകരിച്ചു. ഇത് കാര്യങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കും. ഭരണത്തലവന്മാർ അഴിമതിക്കെതിരെ പരസ്യമായി സംസാരിക്കുന്നതും കർശന നിർദ്ദേശം നൽകുന്നതും ഉദ്യോഗസ്ഥരിലും പൊതുജനങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തും. തമിഴ്നാട് സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ വിജയ് പറഞ്ഞിരുന്നു, ജനങ്ങളുടെ സ്വത്ത് തൊടാൻ ഞാൻ ഒരുത്തനെ അനുവദിക്കുകയില്ല, കൈക്കൂലി മേടിക്കുന്നവനെ പറഞ്ഞു വിടുമെന്ന്. കൈക്കൂലിക്കാരെയും അഴിമതിക്കാരെയും സംരക്ഷിക്കുന്ന ലൂപ്പ് ഹോളുകൾ നിയമത്തിൽ നിന്ന് ഒഴിവാക്കി, അല്ലെങ്കിൽ ഇനിയുള്ളതും ഓരോന്നോരോന്ന് കണ്ടെത്തുന്നത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പിന്നെയും അദ്ദേഹം പറഞ്ഞു, അഴിമതി നടത്തുന്നത് ഏത് ഉന്നതനാണെങ്കിലും കയറി പറഞ്ഞു അത് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയാണെ പോലും വെച്ച് പൊറപ്പിക്കുകയില്ല, കൃത്യമായിട്ടും പുറത്താക്കും, നിയമ നടപടി സ്വീകരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് അത് നടപ്പാക്കി തുടങ്ങി. ഈ തമിഴ്നാട്ടിലെ പോലെ കേരളത്തിലും ഭരണാധികാരികൾ അഴിമതിക്കെതിരെ ശക്തമായി സംസാരിക്കുകയും അതിനൊപ്പം തന്നെ ആ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കർശന നിയമ നടപടികൾ താഴെ തട്ടിൽ നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഭരണം പൂർണ്ണമായും സുതാര്യമാകുന്നത്. ഒരു ഭരണപരിചയവുമില്ലാത്ത, ഒരു മുൻപരിചയവുമില്ലാത്ത, ചുരുക്കം ഭൂരിപക്ഷം മാത്രമുള്ള വിജയ് എന്ന മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ സാധിക്കുമെങ്കിൽ ഇതിലും മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ UDF ഗവൺമെൻറ്റിന് അതിൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശന് മനസ്സുണ്ടെങ്കിൽ അതിലധികമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ജനങ്ങൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് വാശി പിടിച്ചത്, VD സതീശൻ ബുദ്ധിമാനാണ്, VD സതീശൻ പണ്ഡിതനാണ്. പണ്ഡിതനും ബുദ്ധിമാനുമായ VD സതീശനിൽ നിന്ന് ചിരിയും കണ്ണുറുക്കലും അല്ലാതെ സംസ്ഥാന പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ സകല മേഖലയിലും ഉണ്ടാകും എന്ന് ജനങ്ങൾ വിശ്വസിച്ചിട്ടാണ്.
ആ വിശ്വാസത്തെ താങ്കൾ ഇല്ലായ്മ ചെയ്യരുത്. കോൺഗ്രസിനുള്ളിൽ ഒടുക്കത്തെ ഗ്രൂപ്പ് കളി ഉണ്ടെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. ഈ ഗ്രൂപ്പ് കളി മൂലം താങ്കൾക്ക് മുന്നോട്ട് പ്രവർത്തിക്കാൻ തടസ്സമുണ്ടെങ്കിൽ താങ്കൾ ഒരു ദിവസം മുന്നേ ആ കസേര രാജിവെച്ച് ജനങ്ങളോട് കാര്യങ്ങൾ പറയണം. സത്യസന്ധമായിട്ട് കസേര രാജിവെച്ച് ഇറങ്ങിപ്പോണമെന്നല്ല പറഞ്ഞത്. ഈ ഗ്രൂപ്പ് കളി കാരണം ഞങ്ങൾ പൊതുജനം വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് ഓടിക്കാൻ മേലാത്ത എന്താണ്ടൊക്കെ കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നേരത്തെ താങ്കൾ ധൈര്യമായിട്ടും ജനത്തോട് പറയണം. ഇതിനു മുമ്പ് ഇലക്ഷന് മുമ്പ് താങ്കൾ പറഞ്ഞു, ഈ പ്രാവശ്യം 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ UDF ഭരണത്തിലെത്തിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം തന്നെ വേണ്ടെന്ന് വെച്ച വനവാസത്തിന് പോകും എന്ന് പരസ്യമായിട്ട് പറയാൻ ധൈര്യം കാണിച്ച ആളാണ്. അങ്ങനെയുള്ള ഒരാളായ താങ്കൾക്ക് ഈ ഗ്രൂപ്പ് കളിയെ ജയിച്ച് മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിൽ ജനത്തിനോട് തുറന്നു പറയണം കാര്യങ്ങൾ. ഇത് ഇന്നവൻ ഇന്നിടത്തിരുന്ന് പണിതുകൊണ്ടിരിക്കുക, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ആ കസേര അങ്ങ് ഉപേക്ഷിക്കണം. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.